നമസ്കാരം സുഹൃത്തുക്കളെ. കേന്ദ്രം പുതിയൊരു മാർഗരേഖ പുറത്തിറക്കിയിട്ടുണ്ട്. വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു മാർഗരേഖയാണ്. നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലത് എന്ന് തന്നെ നമ്മൾ പറയണം. സെലിബ്രിറ്റികൾക്കും സമൂഹ മാധ്യമ താരങ്ങൾക്കും കേന്ദ്ര മാർഗരേഖ, അതാണ് ഈ പോസ്റ്റർ. ഇന്ന് പത്രത്തിൽ വന്നിട്ടുള്ള ഒരു ന്യൂസാണ്. അപ്പൊ ആ ന്യൂസ് ഞാനൊന്ന് വായിക്കാം. അതിന് മുന്നേ പറയാനുള്ളത്, നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും പ്രൊഡക്റ്റോ കാര്യങ്ങളോ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെതായ ക്വാണ്ടിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപഭോക്തൃ കോടതിയിൽ നിങ്ങൾക്ക് പരാതി നൽകാവുന്നതാണ്. അത് പരാതി നൽകി കഴിഞ്ഞാൽ അതിന് എന്തായാലും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാവും. പഴയതുപോലെ ഒരുപാട് നീണ്ടുപോകുന്നില്ല, പെട്ടെന്ന് തന്നെ തീരുമാനം ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ട നഷ്ടപരിഹാരവും അതിൽ നിന്ന് ലഭിക്കും എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പൊ എന്തായാലും ഞാൻ ആ വാർത്ത ഒന്ന് വായിക്കാം. പരസ്യമായിരിക്കണം. പ്രതിഫലം വാങ്ങിയാണ് പരസ്യമെങ്കിൽ അക്കാര്യം വെളിപ്പെടുത്തണം. ലംഘിച്ചാൽ 50 ലക്ഷം രൂപ വരെ പിഴയും 3 വർഷം വരെ വിലക്കും. അപ്പോൾ അതിന്റെ വാർത്ത എന്ന് പറയുന്നത്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ സെലിബ്രിറ്റികളും സോഷ്യൽ മീഡിയ താരങ്ങളും പ്രതിഫലം പറ്റിയാണ് പരസ്യങ്ങളും പ്രചാരണങ്ങളും നടത്തുന്നതെങ്കിൽ അക്കാര്യം കാഴ്ചക്കാരോട് കൃത്യമായി വെളിപ്പെടുത്തണമെന്ന് കേന്ദ്ര മാർഗരേഖ. ബ്രാൻഡ് പ്രൊമോഷന്റെ പേരിൽ സോഷ്യൽ മീഡിയ താരങ്ങൾ പല വ്യാജ അവകാശവാദങ്ങളും മുന്നോട്ട് വെക്കുന്നത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പരസ്യമെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നിക്കാത്ത തരത്തിലാണ് പല ഉള്ളടക്കവും. ഇതിലെ വാദങ്ങൾ വിശ്വസിച്ച് സാധാരണക്കാർ വഞ്ചിതരാകാതിരിക്കാനാണ് മാർഗരേഖ. പ്രൊമോഷൻ നടത്തുന്നതിന് മുൻപ് സെലിബ്രിറ്റികൾ നിശ്ചിത ഉൽപ്പന്നമോ സേവനമോ ഉപയോഗിച്ച് നോക്കാനും നിർദ്ദേശമുണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തിനെ കുറിച്ച് പരസ്യപ്പെടുത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകളും അത് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്തണം. പരസ്യത്തിലെ അവകാശവാദങ്ങൾ സാധൂകരിക്കാൻ പരസ്യം നൽകുന്ന കമ്പനിക്ക് സാധിക്കുമെന്ന് സെലിബ്രിറ്റികൾ ഉറപ്പുവരുത്തണം. നമ്മുടെ നാട്ടിലെ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് സെലിബ്രിറ്റികൾ ആയി കഴിഞ്ഞാലും ഇൻഫ്ലുവൻസേഴ്സ് ആയി കഴിഞ്ഞാലും അതൊന്നും ഉറപ്പുവരുത്താതെ അപ്പം കിട്ടുന്ന ആ ഒരു പൈസക്ക് വേണ്ടിയിട്ട് പ്രൊമോഷൻ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഇത് നല്ല രീതിയിൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിന് സംശയമില്ല. മാർഗരേഖ ലംഘിച്ചാൽ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് CCPA 10 ലക്ഷം രൂപ പിഴ ചുമത്താം. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ ആരാണോ ലംഘിച്ചത്, ഏത് ഇൻഫ്ലുവൻസർ ആണോ, ഏത് സെലിബ്രിറ്റി ആണോ ലംഘിച്ചിട്ടുള്ളത്, അവർക്കെതിരെ 10 ലക്ഷം രൂപ വരെ പിഴ ചുമത്താനും ആവർത്തിച്ചുള്ള ലംഘനങ്ങൾക്ക് 50 ലക്ഷം രൂപ വരെ പിഴ നൽകേണ്ടി വരും. അങ്ങനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ വളരെ കൃത്യമായിട്ട് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി എന്നുള്ള ഇവർക്ക് നമുക്കും ഇതുപോലെ എന്ത് ചെയ്യുക, വഞ്ചിതരായി കഴിഞ്ഞാൽ പരാതി കൊടുക്കാം. വഞ്ചിതരായ ആള് 1-2 കമന്റുകൾ ഞാൻ കണ്ടിരുന്നു, അതിന്റെ കാര്യങ്ങൾ ഞാൻ പറയാം. ലംഘനം നടത്തിയ വ്യക്തിയെ ബ്രാൻഡ് പ്രൊമോഷനുകളിൽ നിന്ന് 3 വർഷം വരെ വിലക്കാനും വ്യവസ്ഥയുണ്ട്. സെലിബ്രിറ്റികൾ, സോഷ്യൽ മീഡിയ താരങ്ങൾ എന്നിവർക്ക് പുറമെ കാർട്ടൂൺ കഥാപാത്രങ്ങൾ അടക്കമുള്ള വെർച്വൽ ഇൻഫ്ലുവൻസേഴ്സിനും മാർഗരേഖ ബാധകമാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് വിപണി 2025 2800 കോടി രൂപയുടേതാകുമെന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. അപ്പൊ അങ്ങനെയാണ് കേന്ദ്ര ഇതിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ വെളിപ്പെടുത്തൽ എങ്ങനെ എന്നുള്ളത് കൂടെ പറയുന്നുണ്ട്. ഈ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇങ്ങനെയല്ലാത്ത രീതിയിൽ പരസ്യമായിട്ട് ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, പ്രൊമോഷനായിട്ട് ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും കേന്ദ്ര ഉപഭോക്തൃ കോടതിയിൽ നിങ്ങൾക്കും എന്ത് ചെയ്യുക, ഈ പരാതികൾ നൽകാവുന്നതാണ്. പ്രതിഫലം പറ്റിയുള്ള പ്രൊമോഷൻ ആണെങ്കിൽ അക്കാര്യം ഉള്ളടക്കത്തിൽ ആളുകൾ ശ്രദ്ധിക്കുന്ന തരത്തിൽ വെളിപ്പെടുത്തിയിരിക്കണം. വീഡിയോയുടെ തുടക്കത്തിൽ അറിയിപ്പ് നൽകണം. ചിത്രമെങ്കിൽ അതിൽ തന്നെ രേഖപ്പെടുത്തണം. വീഡിയോയിൽ ഓഡിയോ രൂപത്തിലും അറിയിപ്പ് നൽകണം. ലൈവ് സ്ട്രീമിംഗ് ആണെങ്കിൽ അതിൻ്റെ താഴെ തുടർച്ചയായി അറിയിപ്പ് എഴുതി കാണിക്കണം. ലളിതവും വ്യക്തമായ ഭാഷയിലുമായിരിക്കണം അറിയിപ്പ്. അതായത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് അഡ്വർടൈസ്മെന്റ്, ആഡ്, സ്പോൺസേർഡ്, പെയ്ഡ്, പ്രൊമോഷൻ, പെയ്ഡ് എന്നീ പ്രയോഗങ്ങൾ ഉപയോഗിക്കണം എന്ന് ബ്രാക്കറ്റിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. നീണ്ട വാചകങ്ങൾ എഴുതാനാകാത്ത ട്വിറ്റർ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിശ്ചിത ബ്രാൻഡിന്റെ അംബാസിഡർ ആരെന്ന് ചുരുങ്ങിയ വാക്കുകളിൽ എഴുതണം. ഉദാഹരണത്തിന് XYZ അംബാസിഡർ. ഇതിൽ XYZ എന്നത് ബ്രാൻഡിന്റെ പേരാണ്. ഉള്ളടക്കം ഏത് ഭാഷയിലാണോ അതേ ഭാഷയിൽ ആയിരിക്കണം അറിയിപ്പ്. ഹാഷ്ടാഗുകൾ, ലിങ്കുകൾ എന്നിവയ്ക്കൊപ്പം കൂടിക്കലർന്ന നീലയിലായിരിക്കരുത്.
ഏതെങ്കിലും പഠനം അടിസ്ഥാനമാക്കിയാണ് പരസ്യമെങ്കിൽ അതിൻ്റെ സ്രോതസ്, പഠനം നടന്ന തീയതി എന്നിവ ഈ പരസ്യം ചെയ്യുന്ന ആളുകൾ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അവരുടെ കയ്യിൽ അതിൻ്റെ സ്രോതസ് വ്യക്തമാക്കിയാണ്ട് അവരുടെ കയ്യിൽ വേണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ചട്ടം മുറുകും. സിനിമാ താരം പ്രത്യേക ബ്രാൻഡിന്റെ വസ്ത്രം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ പ്രതിഫലം പറ്റിയ കാര്യം കാഴ്ചക്കാരെ അറിയിച്ചില്ലെങ്കിൽ ചട്ടലംഘനമാകും. വ്യക്തി സ്വന്തമായി, ഇനിയാണ് പ്രത്യേകമായിട്ടുള്ള ആ ഒരു കാര്യം പറയാനുള്ളത്. വ്യക്തി സ്വന്തമായി ടിക്കറ്റ് എടുത്ത് സിനിമ കാണുകയും അതിനെക്കുറിച്ച് നല്ല അഭിപ്രായം സമൂഹ മാധ്യമങ്ങളിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നതിന് മാർഗരേഖ ബാധകമല്ല. അതായത് ഒരു വ്യക്തി സിനിമ കണ്ടിട്ട് സിനിമയുടെ റിവ്യൂ പറയുന്നുണ്ടല്ലോ, അതിനൊന്നും ഈ മാർഗരേഖ ബാധകമല്ല. സെലിബ്രിറ്റിക്ക് ഒരു കമ്പനിയിൽ 2% ഓഹരി ഉണ്ടെന്ന് കരുതുക. ആ കമ്പനിയുടെ പരസ്യത്തിന് പ്രതിഫലം പറ്റിയില്ലെന്ന കാരണം പറഞ്ഞ് ചട്ടം പാലിക്കാതിരിക്കാനാവില്ല. അതായത് ഒരു കമ്പനിയിൽ 2% ഷെയർ ഉണ്ടെങ്കിലും ഈ ചട്ടങ്ങളൊക്കെ ആ വ്യക്തി എന്ത് ചെയ്യണം, പാലിക്കണം എന്നുള്ളതാണ് ഈ മാർഗരേഖയിൽ പറയുന്നത്. എന്തിനൊക്കെയാണ് ഈ പറയുന്ന മാർഗരേഖകൾ ഉപയോഗിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ചുവടെയുള്ള സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് താരങ്ങൾ നടത്തുന്ന പ്രചരണങ്ങൾ പുതിയ മാർഗരേഖ ബാധകമായിരിക്കും. പണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രതിഫലം, സമ്മാനം, ഡിസ്കൗണ്ട് ആവശ്യപ്പെടാതെ തന്നെ സൗജന്യമായി ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ബ്രാക്കറ്റിൽ ബ്രാൻഡ് പ്രൊമോഷനായി കമ്പനികൾ അയക്കുന്ന ഉൽപ്പന്നങ്ങൾ അടക്കം, മത്സരങ്ങൾ, സൗജന്യ ട്രിപ്പുകൾ, ഹോട്ടൽ താമസം, അവാർഡുകൾ, കുടുംബപരമോ വ്യക്തിപരമോ തൊഴിൽപരമോ ആയ ബന്ധം, ഇതൊക്കെയാണ് ഇതിൽ പറയുന്ന വളരെ കൃത്യമായിട്ട് പറയുന്ന മാർഗരേഖ എന്ന് പറയുന്നത്. അപ്പൊ ഇത് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള മാർഗരേഖയാണ്. അപ്പൊ ഇതിൽ നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പൊ നമ്മളൊക്കെ കാണുന്ന ഒരു നറുക്കെടുപ്പ് പരിപാടിയാണ് എന്ത്, ഓരോ പ്രൊഡക്റ്റുകൾ കൊടുത്തിട്ട് നറുക്കെടുപ്പ് നടത്തുന്നത് നമ്മളൊക്കെ കാണുന്നതാണ്. അതിൽ തന്നെ ഈ പറയുന്ന വയനാട് പനമരത്ത് നടക്കുന്ന നറുക്കെടുപ്പിൽ എന്നെ കുറിച്ച് വീഡിയോ ഇട്ട സമയത്ത് അതിൻ്റെ അടിയിൽ ഒരാൾ ഇട്ട കമന്റ് ഞാനൊന്ന് വായിക്കാം. ആ കമന്റ് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചു നോക്കും. ഞാൻ പാവം വിചാരിച്ച് എടുത്തതായിരുന്നു. ഒരാൾ കുടുങ്ങിയ സമയത്ത് രക്ഷപ്പെടുത്താനല്ലേ എന്ന് കരുതി കാപ്പിപ്പൊടി ഏറിയാൽ 250 രൂപക്കുള്ള മുതൽ ഉണ്ടാവുകയുള്ളൂ. ഒരു നല്ല കാര്യത്തിനല്ലേ എന്ന് കരുതി ഉടായ്പാണെങ്കിൽ കൊടുത്ത 1500 നിന്ന് 1250 തിരിച്ചു വാങ്ങണം. നല്ല കാര്യം. അപ്പൊ അയാൾ പറയുന്നത്, അയാള് ഈ പറയുന്ന പനമരത്തെ കരീമിന്റെ പനമരത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വീട് നറുക്കെടുപ്പ് ഉണ്ടല്ലോ, അതിന് 1500 രൂപയുടെ കോഫി പൗഡറിൽ വെറും 250 രൂപയുടെ മൂല്യം മാത്രമാണ്, അതിനുള്ള ക്വാണ്ടിറ്റി മാത്രമാണ് അതിനകത്ത് എന്നാണ് മൂപ്പർ അതിൽ വളരെ കൃത്യമായിട്ട് കമന്റ് ആയിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തിരിച്ചു മേടിക്കണമെന്നില്ല. നിങ്ങളുടെ 1250 നിങ്ങളെ വക്കീൽ ഫീസും ഉൾപ്പെടെ നിങ്ങൾക്ക് എത്രയാണോ അതിന് ചെലവ് വന്നിട്ടുള്ളത്, ആ ചെലവ് നിങ്ങൾക്ക് ഉപഭോക്തൃ കോടതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് തിരിച്ചു വാങ്ങിക്കാൻ കഴിയും. അത് നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു കേസാണ്. നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിലും ആ കൊടുത്ത പണത്തിന്റെ മൂല്യം അതിനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ കഴിയും, ഉപഭോക്തൃ കോടതിയിൽ പോയിട്ട് അതിന് കേസ് ഫയൽ ചെയ്തുകൊണ്ട് നഷ്ടപരിഹാരം വാങ്ങിക്കാൻ കഴിയും. അത് ഏതൊരു വിഷയത്തിലും. കാരണം അവർ പറയുന്ന ക്വാണ്ടിറ്റിയോ കാര്യങ്ങളോ അതിലില്ലാതെയാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് ഉപഭോക്തൃ കോടതിയിൽ പോയി കണ്ട് പരാതി കൊടുക്കുക. ഈ പറയുന്ന പനമരത്തെ ഈ കാപ്പിപ്പൊടിയുടെ ആ ഒരു വിഷയത്തിൽ 250 ഗ്രാം ഉള്ളൂ, അതിന് 1500 രൂപ വില വരുന്നുണ്ട് എന്ന് MRP അവർ കൊടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ ആ ഒരു MRP അതിന്റെ ക്വാണ്ടിറ്റി അത്രത്തോളം അവർ ഉറപ്പുവരുത്തണം. അതിന് ഈ 1250 1500 വിൽക്കുക എന്നുള്ളത് അവരതിന്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ കോടതിയിൽ കാണിക്കേണ്ടി വരും. ലൈസൻസ് ഉണ്ടെങ്കിൽ കേട്ടോ. ലൈസൻസ് ഇല്ലതിന്റെ കാര്യം പറഞ്ഞത്, ലൈസൻസും കാര്യങ്ങളൊക്കെ കാണിക്കേണ്ടി വരും. അത് ഫുഡ് ആൻഡ് സേഫ്റ്റി ടെസ്റ്റ് ചെയ്തതിന്റെ പേപ്പറുകൾ കാണിക്കേണ്ടി വരും. ഈ വക സാധനങ്ങളൊക്കെ അവർ കാണിക്കേണ്ടി വരും. അതൊന്നും അവർക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണോ അതിന് ചെലവ് വന്നിട്ടുള്ളത് ആ പണം ഉപഭോക്തൃ കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് നഷ്ടപരിഹാരമായിട്ട് ഉപഭോക്തൃ കോടതി അവരിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിച്ചു തരും എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇതുപോലെ ഒരുപാട് പ്രൊഡക്റ്റുകൾ വെച്ചുകാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആളുകൾ ഈ നറുക്കെടുപ്പ് വീഡിയോയുമായിട്ട് രംഗത്തുണ്ട് ഇല്ലേ. അപ്പൊ ഈ നറുക്കെടുപ്പ് വീഡിയോയുമായിട്ട് ആ പ്രൊഡക്റ്റിന് അതിൻ്റെതായ ക്വാണ്ടിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തികച്ചും എന്താ പറയാ, അതേ ക്വാണ്ടിറ്റിയിൽ അതേ ക്വാളിറ്റിയിൽ അതേ സാധനം മറ്റൊരിടത്ത് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോടതിയിൽ പോയിട്ട് നിങ്ങൾക്ക് കേസ് ഫയൽ ചെയ്യുക എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ഈ ഒരു കേന്ദ്ര
മാർഗരേഖ എന്ന് പറയുന്നത് വളരെ നല്ല ഒരു തീരുമാനമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ഇൻഫ്ലുവൻസേഴ്സ് ആരെങ്കിലും അതുപോലെ തന്നെ സെലിബ്രിറ്റികളായിട്ടുള്ള ആരെങ്കിലും സിനിമാ താരങ്ങളായി കഴിഞ്ഞാലും ഇതുപോലെയുള്ള പറ്റിക്കൽ പരസ്യം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെതിരെ നിങ്ങൾക്കും ഉപഭോക്തൃ കോടതിയിൽ അവർ ചെയ്ത പരസ്യം കണ്ടുകാണ്ട് സാധനം വാങ്ങിച്ച് അതിൽ നിങ്ങൾ വഞ്ചിതരായി കഴിഞ്ഞാൽ, അതിൽ നിങ്ങൾ പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ പറയുന്ന ഉപഭോക്തൃ കോടതിയിൽ പോയിട്ട് പരാതി നൽകാവുന്നതാണ്. അവർക്ക് അതിന് വേണ്ടതായിട്ടുള്ള ശിക്ഷ അവർക്കും കിട്ടും. നിങ്ങൾ ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നഷ്ടപരിഹാരവും കിട്ടുമെന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട്. ബൈ.